ചങ്ങരകുളം കല്ലൂർമയിൽ വർഷങ്ങൾക്കിപ്പുറം കരിങ്കുട്ടി ചാത്തനെത്തി. പണ്ട് മുതൽക്കേ തന്നെ പല വീടുകളിലും കരിങ്കുട്ടിയെ വെച്ച് ആരാധിക്കുന്ന ചടങ്ങുകൾ ഉണ്ടാകാറുണ്ട്. കാൽച്ചിലമ്പിന് താളമിട്ട് ആരാധനാമൂർത്തിയെ പ്രീതിപ്പെടുത്തുന്ന കരിങ്കുട്ടിയുടെ വിശേഷങ്ങൾ കാണാം. പുരാതന കാലം മുതൽക്കേ തന്നെ പല വീടുകളിലും കരിങ്കുട്ടി ചാത്തനെത്താറുണ്ട്. പ്രകൃതിയോടടുക്കുന്നവരോട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഈശ്വര സാന്നിധ്യമാണ് കരിങ്കുട്ടിയുടേത്. ഭൂമി മലയാളത്തിൽ സ്വർഗം സൃഷ്ടിച്ച ഹൃദ്യവും സുന്ദരവുമായ ഒരു ഐതിഹ്യമാണ് കരിങ്കുട്ടിയുടേത്. ശ്രീവിഷ്ണുമായ കുടുംബത്തിലെ പ്രകൃതിയിലെ ആഭ്യന്തരമന്ത്രി പദവിയാണ് കരിങ്കുട്ടിയുടേത്. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കരിങ്കുട്ടി എത്തിയിരിക്കുകയാണ് കല്ലൂർമയിലെ പട്ടിക്കാട്ടെ മുല്ലന്റെ വീട്ടിൽ. വൈകുന്നേരത്തോടെ കരിങ്കുട്ടി കെട്ടുന്നയാൾ വേഷം കെട്ടിത്തുടങ്ങും. താഴ്ന്ന വിഭാഗക്കാരിൽപ്പെട്ട ആളുകൾക്ക് പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിൽ കയറാൻ വിലക്കുണ്ടായിരുന്നു. എന്നാൽ തങ്ങൾക്കും ഒരു ആരാധനാമൂർത്തി വേണമെന്നും പൂജകൾ ചെയ്യണമെന്നും ഈ വിഭാഗക്കാർക്ക് ആഗ്രഹവുമുണ്ടായി. അങ്ങനെ കാലക്രമേണ ഒരു ആരാധനാമൂർത്തി അവർക്കുണ്ടായി. അതിനു പുറകിലും ഒരു ഐതിഹ്യ കഥയുണ്ട്. ക്ഷേത്രങ്ങളിലും ഉന്നതന്മാരുടെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് സ്വന്തമായിട്ട് വീട്ടിലെ ക്ഷേത്രം വേണം, ഞങ്ങൾക്ക് ആരാധനാമൂർത്തി വേണം എന്ന നിലയ്ക്ക് അവർ പഠിച്ചു വന്നേ. ഇങ്ങനെ അവർ കൂട്ടുകുടുംബങ്ങളും ബന്ധുക്കളോ പുറത്തുള്ളവരൊക്കെ ആയിട്ട് കല്ലടിക്ക് പോയി പഠിച്ച് ഈ കല്ലടിക്ക് പോയി പഠിച്ചിട്ട് ഓരോ വിദ്യയും പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത് ആ ശക്തി അവർ അവിടെ തെളിയിച്ചു. ഇവിടെ കല്ലടിക്കോട് തെളിയിച്ചു. കല്ലടിക്കോട് തെളിയിച്ച് വെക്കുമ്പോൾ ആ വിദ്യ കൊണ്ട് അവർ പല പല രൂപത്തിൽ കാക്കായിട്ടും പരുന്തായിട്ടും ഒരു പോന്നു. ആ പോരുന്നതിന് മുന്നേ അവർ കുളിക്കാൻ അവർ കുളം കാണിച്ചു കൊടുത്ത്. ആ കുളത്തിൽ വെള്ളമില്ലാത്ത കുളമായിരുന്നു. ആ വെള്ളമില്ലാത്ത കുളത്തിൽ അവർ ചരക്കല്ലിൽ ജപിച്ചെറിഞ്ഞു നോക്കുമ്പോൾ വെള്ളം പൊന്തി വന്നു. അപ്പോൾ ശക്തി അവിടെ വിജയിച്ചു വന്നു. അങ്ങനെ ആ ശക്തി അവിടെ വിജയിച്ച് അങ്ങനെ കല്ലടിക്കൂടും മലർത്ത് അവർ പിന്നെയും പോയി. അങ്ങനെ നായായിട്ടും പൂച്ചയായിട്ടും കരടിയേറ്റും വന്ന് അതിനൊക്കെ അവർ തടഞ്ഞു നിർത്തി. അവർ കാര്യങ്ങൾ സാധിപ്പിച്ചു പോന്ന് സ്വന്തം വീട്ടിൽ വന്ന് അവർ ചിലർക്ക് ഭാര്യയുണ്ട്, ചിലർക്ക് ഭാര്യമാരില്ല. ആ വീട്ടിൽ വന്നിട്ട് അവരങ്ങനെ ആദിവാസി പോരുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് അവർ ആ വീട്ടിൽ വന്ന് അവർ ആരാധന അവർ കൊണ്ടു നടത്തി. അതുവരെ ആ വീട്ടുകളിലൊന്നും യാതൊരു ഒരു ഉത്തരവാദിത്ത കാര്യങ്ങളോ യാതൊന്നുമില്ല. എന്നതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഈ ക്ഷേത്രങ്ങളൊക്കെ ഉത്ഭവിച്ചു വന്നത്. ആ കാലഘട്ടത്തിലാണ് അതാണ് കരിങ്കുട്ടിയുടെ ഉത്ഭവം. ആ ഉത്ഭവത്തിൽ പരമശിവന്റെ മക്കളാണ് കരിങ്കുട്ടി. സാക്ഷാൽ പരമശിവന്റെ മകനാണ് കരിങ്കുട്ടി. കരിങ്കുട്ടിച്ചാത്തനോട് പ്രാർത്ഥിക്കുന്നത് സംരക്ഷണം, സമൃദ്ധി, തടസ്സങ്ങൾ നീക്കൽ എന്നിവ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദുഷ്ടാത്മാക്കളെ അകറ്റാനും വ്യക്തിപരമായ വെല്ലുവിളികളെ മറികടക്കാനും വിജയം നേടാനും ഭക്തർ അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടുന്നു. കുട്ടിച്ചാത്തന് സമർപ്പിച്ചിരിക്കുന്ന ആചാരങ്ങളും പ്രാർത്ഥനകളും വളരെ ഭക്തിയോടെയാണ് നടത്തുന്നത്.
ഭക്തിയുടെ നിറവിൽ കൊട്ടിന് താളമിട്ട് വിശ്വാസികൾ കരിങ്കുട്ടിയെ ആരാധിക്കുകയാണ്. പഴമ നിലനിർത്തി ആചാരങ്ങളെ മുറുകെ പിടിക്കുകയാണ്. NCV ന്യൂസ് ചങ്ങരകുളം.